കർത്താവിന്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ വൈകിയ വേളയിൽ വിശുദ്ധ ആരാധനയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയമുള്ള സഹോദരി സഹോദരന്മാർക്കും പ്രത്യേക ഇന്ന് ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട റോയ് പാസ്റ്റർ, ടൈറ്റസ് പാസ്റ്റർ മുതലായവരോടുള്ള നന്ദിയും ബഹുമാനവും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനവും അറിയിക്കുന്നു. പാസ്റ്റർ വിൽസൺ ജോസഫിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനിവിടെ വന്ന് അദ്ദേഹത്തെ ബന്ധപ്പെട്ടപ്പോൾ വളരെ വൈകാതെ തന്നെ ആമേൻ സ്തോത്രം, ഞാൻ ഇന്നത്തെ ദിവസമാണ് അദ്ദേഹത്തോട് സമയം പറഞ്ഞത്. അദ്ദേഹം അത് നൽകുകയും ചെയ്തു. ആ ദേവദാസിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഒരുമിച്ചാകുവാൻ കഴിഞ്ഞില്ല. അതിൽ അല്പ വിഷമം ഉണ്ടെങ്കിലും ദേവദാസൻ വിദേശത്തായിരിക്കുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. ആ ദേവദാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഒരു ചെറിയ കൺഫ്യൂഷൻ ഇന്നത്തെ ഡേറ്റുമായി ബന്ധപ്പെട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ ഡേറ്റാണ് പ്രിയ വിൽസൺ പാസ്റ്റർ എനിക്ക് തന്നിരുന്നത്. ഞാനത് കുറിച്ചു വെച്ചിരുന്നു. എന്നാൽ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രിയ പാസ്റ്ററിനെ വിളിച്ച് ആമേൻ സ്തോത്രം 31-ാം തീയതി രാവിലത്തേക്ക് ആമേൻ ഡേറ്റ് ഒന്ന് മാറ്റിയെടുക്കാമോ എന്ന് ചോദിക്കുകയും ഞാൻ അങ്ങനെ സമ്മതിക്കുകയും ചെയ്തു. ഇന്ന് ഉച്ചവരെ ഞാൻ ആ രീതിയിലാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ആമേൻ സ്തോത്രം. പിന്നെ റോയ് പാസ്റ്റർ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ദുബായിൽ മറ്റൊരു ശുശ്രൂഷയ്ക്കായി പോകുന്ന വഴിയിലായിരുന്നു. ആമേൻ സ്തോത്രം. കൺഫ്യൂഷൻ എനിക്കാണോ ഉണ്ടായത് അതോ ഇവിടെ പ്രോഗ്രാം എഴുതിയതിലാണോ എന്ന് എനിക്കറിയില്ല. എന്തോമാകട്ടെ, ഞാൻ ആഗ്രഹിച്ച ദിവസം ഇത് തന്നെയാണ്. ഞാൻ ആഗ്രഹിച്ച യോഗവും ഇതാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ കൺഫ്യൂഷൻ ഉണ്ടായത് കൊണ്ടുള്ള പ്രശ്നം, എന്നെ അറിയാവുന്ന രണ്ടുപേരാണ് ഈ സഭയിൽ എന്റെ അറിവിലുള്ളത്. ബ്രദർ ഷിജുവും ബ്രദർ പ്രഭാഷും. അവർ രണ്ടുപേരും ആരെങ്കിലും ഉണ്ടോ? ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ അവരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് രാവിലെ അവർ ആരാധനയിൽ വന്നിരുന്നു. ഞാൻ അടുത്ത ആഴ്ചയാണെന്ന് ആണ് അവരുടെ ചിന്തയിൽ ഇരിക്കുന്നത്. സ്തോത്രം. എന്തുമാകട്ടെ, അവർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കേൾക്കാൻ നമ്മുടെ മധ്യത്തിൽ കർത്താവുണ്ട്. ഹല്ലേലൂയ. എനിക്ക് നിങ്ങളെ പരിചയമില്ല, നിങ്ങൾക്ക് എന്നെയും പരിചയമില്ലെന്ന് എനിക്കറിയാം. എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയത്തില്ല, നിങ്ങളുടെ സ്വഭാവം എനിക്കും അറിയാനില്ല. എന്റെ പ്രവൃത്തിയും വഴികളും നിങ്ങൾക്കറിയാൻ മേല, എന്റെ പ്രവൃത്തിയും വഴികളും നിങ്ങൾക്കറിയാൻ മേല. നിങ്ങളുടെ ആവശ്യമൊന്നും എനിക്കറിയാൻ മേല, എന്റെ ആവശ്യം നിങ്ങൾക്കും അറിയത്തില്ല. പക്ഷെ എന്റെയും നിങ്ങളുടെയും സ്വഭാവവും വഴികളും പ്രവൃത്തികളും ക്രിസ്തുവോ ഹല്ലേലൂയ ആവശ്യങ്ങളും നന്നായി അറിയുന്ന ഒരുവൻ ഇന്ന് രാത്രിയിൽ നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടെന്ന് അരുളി ചെയ്ത യേശുവിന്റെ സാന്നിധ്യം രാത്രി ഇവിടെ ഉള്ളവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഞങ്ങളെ എന്റെ പേര് പ്രസാദ് വർഗീസ് എന്നാണ്. ഞാൻ മധ്യപ്രദേശിൽ ഉജ്ജയിൻ എന്ന് പറയുന്ന പട്ടണത്തിൽ കർത്താവിന്റെ വേല ചെയ്തു വരുന്നു. എന്റെ സഭ ഹിന്ദി സഭയാണ്. എന്റെ കൂട്ടത്തിൽ മലയാളികൾ ആരുമില്ല. ദൈവത്തിൽ ആശ്രയിച്ച് 5 വർഷം മുമ്പ് ഞാൻ അവിടെ പോയി ആരംഭിച്ച ഒരു പ്രവർത്തനമാണ്. ദൈവത്തിന്റെ വലിയ കൃപയാൽ 35 ആളുകൾ പുതുതായിട്ട് വിശ്വാസത്തിലേക്ക് വന്നവർ ഞങ്ങളോടൊപ്പം അവിടെ ദൈവത്തെ ആരാധിക്കുന്നു. മാത്രമല്ല ഗ്രാമങ്ങളിൽ ആമേൻ സ്തോത്രം ഞങ്ങൾക്ക് പ്രവർത്തനമുണ്ട്. അവിടുത്തെ ചില ദൈവദാസന്മാർ എന്നോടൊപ്പം പല ഗ്രാമങ്ങളിൽ ആദിവാസി മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നു. ആ പ്രവർത്തനങ്ങളൊക്കെ വളരെ നന്നായിട്ട് ദൈവത്തിന്റെ കൃപയാൽ മുന്നോട്ട് പോകുന്നു. മധ്യപ്രദേശ് എന്ന് പറയുന്നത് ആമേൻ സ്തോത്രം നിങ്ങളൊക്കെ ഒരുപക്ഷെ പത്രങ്ങളിലൂടെ മാധ്യമങ്ങളിലൂടെ അറിയുന്നത് പോലെ ഈ ദിവസങ്ങളിൽ സുവിശേഷ വേലയ്ക്ക് ഏറ്റവും ആമേൻ സ്തോത്രം പ്രതികൂലമായ സാഹചര്യമുള്ള സ്ഥലമാണ്. പ്രത്യേകിച്ച് ഞാൻ താമസിക്കുന്ന ഉജ്ജയിൻ എന്ന് പറയുന്ന പട്ടണം ആമേൻ സ്തോത്രം ഹിന്ദുക്കളുടെ പുണ്യ നഗരമെന്ന് അറിയപ്പെടുന്ന സ്ഥലമാണ്. കോടിക്കണക്കിന് ഭക്തർ ഓരോ ആമേൻ സ്തോത്രം ദിവസവും അവിടെ ആമേൻ സ്തോത്രം വരുന്ന ഒരു സ്ഥലമാണ്. അടുത്ത വർഷം അവിടെ കുംഭമേള നടക്കുവാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഹിന്ദു സംഘടനകൾ വളരെ ശക്തമായി സുവിശേഷ വേലയ്ക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ആരാധനയ്ക്ക് സ്ഥലം ലഭിച്ചിട്ടില്ല. അങ്ങനെ ആരും വാടകയ്ക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി തരത്തില്ല. പ്രൈസലോ. എങ്കിലും ദൈവത്തിന്റെ കൃപയാൽ ദൈവം ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ നന്നായി കൊണ്ടുപോകുന്നു. ആളുകൾ രക്ഷിക്കപ്പെടുന്നു, സ്നാനപ്പെടുന്നു. പ്രൈസലോ. നൂറുകണക്കിന് ആളുകൾ യേശുവിനെ അറിയുവാൻ തരുന്നു. മാത്രമല്ല അവിടങ്ങളിലൊക്കെ വളരെ വലിയ അത്ഭുതങ്ങളെ ഒരുപക്ഷെ മറ്റു പല സ്ഥലങ്ങളിലും കണ്ടിട്ടില്ലാത്തതുപോലെ യേശു ചെയ്യുന്നുണ്ട്. ആ നല്ല പ്രവൃത്തികളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസലോ. ഞാനൊരു സുവിശേഷകന്റെ മകനാണ്. എന്റെ പപ്പ
കഴിഞ്ഞ ആവേശത്തോടെ ഞാൻ ജനിച്ച സമയം മുതൽ കർത്താവിന്റെ വേലയിലായിരിക്കും ദേവദാസനാണ്. വിശ്വാസത്താൽ നോർത്ത് ഇന്ത്യയിൽ ഉത്തർപ്രദേശിൽ കടന്നുപോയി 22 വർഷമായി കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദേവദാസനാണ്. എന്റെ സഹോദരനും 2 സഹോദരിമാരും ഞാനും ഞങ്ങൾ 4 പേർ നോർത്ത് ഇന്ത്യയിൽ കർത്താവിന്റെ വേല ചെയ്യുന്നവരാണ്. അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് അവൻ സ്വന്തം കർത്താവിന് വേണ്ടി അവൻ നിൽക്കുവാൻ ദൈവം എന്നെ ഇടയാക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. രാത്രി അല്പസമയത്ത് നമ്മുടെ ചിന്തയ്ക്കായിട്ട് നമ്മുടെ ശ്രദ്ധയെ എബ്രാഹിം ലേഖനം അതിന്റെ 10-ാം അധ്യായം 38-ാം വാക്യത്തിലേക്ക് തിരിക. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 38-ാം വാക്യം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്വഗസ്ഥനായ ഞങ്ങളുടെ ദൈവമേ, സുഗസ്ഥ പിതാവേ, നിങ്ങളുടെ പുത്രന്റെ ഞങ്ങളുടെ രക്ഷകരമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. ഇന്ന് രാത്രിയിൽ അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലുള്ളതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ വായിച്ച തിരുവചനത്തിൽ നിന്ന് അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ, ഹൃദയങ്ങളോട് ഇടപെടണമേ. ആരെങ്കിലും രോഗികളായിരിക്കുന്നെങ്കിൽ സൗഖ്യമയക്കണമേ, വചനമയച്ച് അവർക്ക് സൗഖ്യം നൽകണമേ. ക്ഷീണിതരായ പ്രയാസത്തോടെ ദുഃഖത്തോടെ ഹല്ലേലൂയ ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി അവരുടെ ക്ഷീണവും ഹല്ലേലൂയ ദുഃഖവും എല്ലാം യേശുവേ നിന്റെ വചനത്തിന് മുമ്പിൽ മാറിപ്പോകുന്നതിനായി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ പൗലോസ് ഇബ്രാഹിമുള്ള വിശ്വാസികൾക്ക് എഴുതുമ്പോൾ താൻ ഇപ്രകാരം പറയുകയാണ്, എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരാഗമനത്തോടുള്ള ബന്ധത്തിൽ ദൈവമക്കൾക്കുണ്ടാകേണ്ടുന്ന സഹിഷ്ണുതയെ കുറിച്ചാണ് ഇവിടെ പൗലോസ് ഓർപ്പിക്കുന്നത്. അതിന്റെ 34 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 32 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ സ്വന്തം എന്നാൽ നിങ്ങൾ പ്രകാശം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആവക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നു. ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളുകയും ഇത് പറഞ്ഞിട്ട് പറയുന്നു, തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കുവാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രേ ആകുന്നു. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വിശുദ്ധ പൗലോസിന് ഏറ്റവും ധൈര്യപ്പെടുത്തിയ, തന്നെ ബലപ്പെടുത്തിയ, താൻ ഇഷ്ടപ്പെട്ട ഒരു പഴയ നിയമ വചനമാണ്, ദൈവിക വാഗ്ദത്തമാണ് ഇവിടെ പൗലോസ് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഹബക്കൂക്കിനോട് ദൈവം പറഞ്ഞ വചനമാണ്, നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. ഈ ഭാഗം നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് the just shall live by faith. My just shall live by faith. My righteous one shall live by faith. ഹിന്ദിയിൽ അത് എഴുതിയിരിക്കുന്നത് വളരെ ആനന്ദം നൽകുന്ന ഇച്ചിലൂടെ അർത്ഥവത്താണെന്ന് എനിക്ക് തോന്നുന്നു. മേര ധർമ്മിജൻ വിശ്വാസ് ഹിച്ച ജീവിൽ രേഖ. അതിന്റെ അർത്ഥം ഹല്ലേലൂയ, എന്റെ നീതിമാൻ വിശ്വാസത്താൽ തന്നെ ജീവിക്കും. My righteous one shall live by faith alone. എന്ന് വെച്ചാൽ നീതിമാനായ ഒരു ദൈവ പൈതലിന്, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ സേവിക്കുന്ന ഒരു ദൈവ പൈതലിന് വിശ്വാസം കൂടാതെ ജീവിക്കുവാൻ സാധ്യമല്ല. മാത്രമല്ല, വിശ്വാസത്താൽ മാത്രമേ ഒരു ദൈവ പൈതലിന് ജീവിക്കുവാൻ കഴിയത്തുള്ളൂ. വിശ്വാസത്തിന് അപ്പുറത്ത്, വിശ്വാസത്തിന് മുകളിൽ ഒരു ദൈവ പൈതലിന് വേറെ ഒരു അടിസ്ഥാനവുമില്ല. എനിക്ക് മുമ്പ് സാക്ഷ്യത്തോടുള്ള ബന്ധത്തിൽ പ്രബോധിപ്പിച്ച ദേവദാസൻ
പറഞ്ഞു വന്ന വിഷയത്തോടുള്ള ബന്ധമാണെന്ന് തോന്നുന്നു. ദൈവം എനിക്ക് തന്നിരിക്കുന്ന വചനം. പലരും വിചാരിക്കുന്നത് ലോകത്തിൽ എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, അതുകൊണ്ട് എന്റെ ആരോഗ്യത്താൽ എനിക്ക് ജീവിക്കുവാൻ കഴിയുമെന്നാണ്. വേറെ ചിലർ വിചാരിക്കുന്നു സൗന്ദര്യം ഒത്തിരി ദൈവം എനിക്ക് തന്നിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് അതിനാൽ ജീവിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. വേറെ ചിലർ വിചാരിക്കുന്നു എനിക്ക് വിദ്യാഭ്യാസം നന്നായിട്ടുണ്ട്, അതുകൊണ്ട് എന്റെ വിദ്യാഭ്യാസത്താൽ എനിക്ക് ജീവിക്കുവാൻ കഴിയുമെന്ന്. ബുദ്ധി കൊണ്ട് ജീവിക്കുവാൻ കഴിയുമെന്ന് വിചാരിക്കുന്നവരുണ്ട്, സമ്പത്ത് കൊണ്ട് ജീവിക്കുവാൻ കഴിയുമെന്ന് വിചാരിക്കുന്നവരുണ്ട്, ആരോഗ്യം കൊണ്ടു ഹല്ലേലൂയ അവൻ ബന്ധങ്ങൾ കൊണ്ടു സ്വാധീനങ്ങൾ കൊണ്ടു ജീവിക്കുവാൻ കഴിയുമെന്ന് അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കുമെന്ന് കരുതുന്നവർ ധരിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. എന്നാൽ അവരൊക്കെ മൂഢസ്വർഗത്തിലാണ്. ഒരു ദൈവവചനത്തെ സംബന്ധിച്ചിടത്തോളം സമ്പത്ത് കൊണ്ടല്ല അവൻ ജീവിച്ചിരിക്കേണ്ടത്, സൗന്ദര്യം കൊണ്ടല്ല അവർ ജീവിച്ചിരിക്കേണ്ടത്, ആരോഗ്യം കൊണ്ടല്ല അവർ ജീവിച്ചിരിക്കേണ്ടത്, ഈ ലോകത്തിലെ മഹത്വം കൊണ്ടല്ല അവർ ജീവിച്ചിരിക്കേണ്ടത്, സ്ഥാനമാനങ്ങൾ കൊണ്ടല്ല അവർ ജീവിച്ചിരിക്കേണ്ടത്, പ്രജുത അവർ വിശ്വാസത്താൽ ജീവിക്കുവാനിടയായിട്ട്. സങ്കീർത്തനങ്ങളിൽ നമ്മളിങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ട്. സങ്കീർത്തനം 11:3 ഒരു പ്രസക്തമായ ചോദ്യം അവിടെ നമ്മൾ വായിക്കുന്നു. അടിസ്ഥാനങ്ങൾ മറിഞ്ഞുപോയാൽ നീതിമാൻ എന്ത് ചെയ്യും? പ്രൈസലോ എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു വചനമാണത്. അടിസ്ഥാനങ്ങൾ മറിഞ്ഞുപോയാൽ നീതിമാൻ എന്ത് ചെയ്യും? പ്രൈസലോ പലപ്പോഴും ഒരുപക്ഷെ ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തുവാൻ നമ്മിൽ പലരും തുനിഞ്ഞിട്ടുണ്ടാകാം, ശ്രമിച്ചിട്ടുണ്ടാകാം, കണ്ടെത്തിയിട്ടുണ്ടാകാം. പക്ഷേ കണ്ടെത്തിയ ഉത്തരം ശരിയാണോ എന്ന് ഇന്ന് രാത്രിയിൽ പരിശോധിക്കുവാനുള്ള സമയം ഒരു പ്രാവശ്യം കൂടെ ദൈവം നമ്മുടെ മുമ്പിൽ നൽകുകയാണ്. അടിസ്ഥാനങ്ങൾ മറിഞ്ഞുപോയാൽ നീതിമാൻ എന്ത് ചെയ്യും? ഞാൻ കേട്ടിട്ടുള്ള കാര്യം ഞാൻ ഒടുവിൽ പറയാം. നിങ്ങൾ ആരെങ്കിലും കേട്ടത് വ്യത്യസ്തമാണെങ്കിൽ ഒന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ധൈര്യം പറഞ്ഞോ? ക്ലാസ് ഒന്നുമല്ല, പുസ്തകമാണ്. പക്ഷേ പൈസ നിങ്ങൾ പറഞ്ഞാൽ തെറ്റാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ സ്തോത്രം പറഞ്ഞോ. നിങ്ങൾ കേട്ടോ പറഞ്ഞാൽ മതി. എന്നാൽ ഞാൻ കേട്ടോ പറയാം. എന്ത് ചെയ്യും? അടിസ്ഥാനങ്ങൾ പറഞ്ഞു പോയാൽ നീതിമാൻ വേറെ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിട്ടില്ല, അങ്ങനെ ദൈവം പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് വചനത്തെ വ്യാഖ്യാനിക്കുന്നതാണ്. അടിസ്ഥാനങ്ങൾ പറഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യും? പിന്നെ ലക്കില്ല, ബ്രേക്കില്ല, ബെല്ലില്ല, കൺട്രോളില്ല, ചോദിക്കാനും പറയാനും ആരുമില്ല, എന്തും ചെയ്യാമെന്നുള്ള വിചാരത്തിൽ കഴിയുന്നവരുണ്ട്. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്നവരിലും ചിലരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാകാം. പക്ഷെ അങ്ങനെ ചിന്തിക്കുന്നതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ എന്റെ ഇതിന്റെ അടിസ്ഥാനം എന്താണെന്ന് അടിസ്ഥാനപരമായി അറിയാത്തത് കൊണ്ട്. നീതിമാന്റെ അടിസ്ഥാനം മറിഞ്ഞു പോകുന്ന അടിസ്ഥാനമല്ല, നീതിമാന്റെ അടിസ്ഥാനം ഇല്ലാതെ പോകുന്ന അടിസ്ഥാനമല്ല, നീതിമാന്റെ അടിസ്ഥാനം ഇളകിപ്പോകുന്ന അടിസ്ഥാനമല്ല, നീതിമാന്റെ അടിസ്ഥാനം മാറിപ്പോകുന്ന അടിസ്ഥാനമല്ല, നീതിമാന്റെ അടിസ്ഥാനം താന്നു പോകുന്ന അടിസ്ഥാനമല്ല. അവന്റെ അടിസ്ഥാനം ശാശ്വതമാണ്. സദൃശവാക്യം 10:25 ഒന്ന് വായിക്കുമോ? സദൃശവാക്യം 10:25. ചുഴലിക്കാറ്റ് കടന്നു പോകുമ്പോൾ ദുഷ്ടൻ ഇല്ലാതെയായി, നീതിമാനോ ശാശ്വതമായ അടിസ്ഥാനമുള്ളവൻ. രാത്രി ഇത് വിശ്വസിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ അടിസ്ഥാനം ശാശ്വതമായ അടിസ്ഥാനമാണ്. ക്രിസ്തുവേശു എന്ന ഏക അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, ദൈവസഭയെ, രാത്രി നിന്റെ അടിസ്ഥാനം മറ്റു പലതുമാണെന്ന് നിന്നെ ധരിപ്പിക്കുക ശത്രു ശ്രമിക്കുമ്പോൾ രാത്രി ഒരു കാര്യം ഓർക്കുക. ലോകം നിനക്ക് അടിസ്ഥാനമെന്ന് പറഞ്ഞ് നിന്റെ മുമ്പിൽ കൊണ്ടുവരുന്ന ഒന്നും അടിസ്ഥാനമല്ല. അതെല്ലാം ഇവിടെ നഷ്ടപ്പെടുന്നതാണ്, ഇവിടെ തീർന്നു പോകുന്നതാണ്, മറിഞ്ഞു പോകുന്നതാണ്. എന്നാൽ അതൊന്നും മറിഞ്ഞു പോയേ നീതിമാന് ഒരു കുലുക്കവുമില്ല, ഒരു പ്രശ്നവുമില്ല. അവനെ വറി ചെയ്യുന്ന വിഷയമല്ല. അവൻ പ്രൈസലോ ആ ചോദ്യത്തിന്റെ ഉത്തരവിലാണ്. അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യും? നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഹല്ലേലൂയ. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ലോകം മുഴുവൻ എതിരായാലും, സാഹചര്യങ്ങളെല്ലാം നമുക്ക് പ്രതികൂലമായിരുന്നാലും, ഉത്തരവില്ലാത്ത ചോദ്യങ്ങളുടെ നടുവിൽ വെല്ലുവിളികൾ ഉയരുമ്പോൾ അതിന്റെ നടുവിൽ നീ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ രാത്രി
ദൈവത്തിന്റെ വചനം പറയുന്നു, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, വിശ്വാസത്താൽ ജീവിക്കും, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഹബക്കൂക്കിന്റെ പ്രവാചക പുസ്തകത്തിൽ 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ നിന്നാണ് പൗലോസ് ഈ വാക്യം ഇവിടെ ഉദ്ധരിക്കുന്നത്. ഹബക്കൂക്ക് ദൈവത്തോട് ചില പരാതികൾ പറയുകയാണ്. ദൈവമേ, ദുഷ്ടൻ നീതിമാനെ വളഞ്ഞിരിക്കുന്നു, ദുഷ്ടൻ തന്നിലും നീതിമാനായവരെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നു, ദോഷം കണ്ടുകൂടാതെ വേണം നിർമ്മല ദൃഷ്ടിയുള്ള ദൈവമേ, ഇതൊക്കെ കണ്ടിട്ടു നീ എന്തുകൊണ്ട് മിണ്ടാതെ ഇരിക്കുന്നു? നീതിമാന് വേണ്ടി എന്തുകൊണ്ട് നീ ഇറങ്ങി വരുന്നില്ല, ഇടനിൽക്കുന്നില്ല, പ്രവർത്തിക്കുന്നില്ല, നിന്റെ നീതി വെളിപ്പെടുത്തുന്നില്ല എന്ന് ചോദിച്ച് ദൈവത്തോട് പരാതി പറയുമ്പോൾ ദൈവം അവന് കൊടുക്കുന്ന മറുപടിയാണ് 2-ാം അധ്യായം 2-ാം വാക്യം മുതൽ 4-ാം വാക്യം വരെയുള്ള വാക്യങ്ങൾ. അവിടെ ദൈവം ഇങ്ങനെ പറഞ്ഞു, യഹോവ അവനോട് ഉത്തരം പറഞ്ഞത്, എന്നോട് ഉത്തരം പറഞ്ഞത്, നീ ദർശനം എഴുതുക, അത് ഓടിച്ചു വായിക്കത്തക്കവണ്ണം തെളിവായി പലകയിൽ വരയ്ക്കുക. ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അവൻ പ്രൈസലോ, അവൻ അത് സമയം തെറ്റുകയുമില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. ക്രൈസ്തലോ, അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. എന്നിട്ട് ദൈവം പറയുന്നു, അവന്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരിക്കുന്നു, അത് നേരുള്ളതല്ല, എന്നാൽ നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. ക്രൈസ്തലോ, അഹങ്കാരികളായ നേരില്ലാത്ത ദുഷ്ടഹൃദയമുള്ള മനുഷ്യർ നീതിയോട് ദൈവത്തെ ഹല്ലേലൂയ അവൻ ആരാധിക്കുന്ന പരമാത്മ ഹൃദയത്തോട് പ്രാർത്ഥിക്കുന്ന ദൈവവൈദ്യന്റെ ആത്മീയ ജീവിതത്തെ തടയുവാൻ, മുന്നേറ്റത്തെ തടയുവാൻ പരിശ്രമിക്കുമ്പോൾ, ഹല്ലേലൂയ നിന്റെ വളർച്ചയെ മുരടിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ, നിന്റെ പ്രാർത്ഥനയെ തടയുവാൻ ശ്രമിക്കുമ്പോൾ, നിന്റെ വിശുദ്ധ ജീവിതത്തിന് തടസ്സം വയ്ക്കുവാൻ ശ്രമിക്കുമ്പോൾ, ഒരു നീതിമാൻ അതിനു മുമ്പിൽ വാടിപ്പോകുവാൻ പാടില്ല, തകർന്നു പോകുവാൻ പാടില്ല, പിന്നോട്ട് പോകുവാൻ പാടില്ല. മറിച്ച് നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഈ ലോകത്തിൽ കാണപ്പെടുന്ന, ഈ ലോകത്തിൽ നാം അറിയപ്പെടുന്ന നമ്മുടെ പക്കലുള്ള ഒന്നും നമുക്ക് അടിസ്ഥാനമല്ല. എന്നാൽ ദൈവം നമുക്ക് നിത്യമായി നിലനിൽക്കുന്ന ഒരു അടിസ്ഥാനം ജീവിക്കുവാൻ തന്നു, ഒരു ഉപാധി തന്നു. അതാണ് നമ്മുടെ ദൈവത്തിലുള്ള വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. മറ്റുള്ളവർ തോറ്റുപോകുന്ന അതേ ഇടങ്ങളിൽ, മറ്റുള്ളവർ ഭയപ്പെട്ട് മാറി നിൽക്കുന്ന അതേ സാഹചര്യങ്ങളിൽ, മറ്റുള്ളവർക്ക് മുന്നോട്ട് പോകുവാൻ കഴിയാതെ ഇരിക്കുന്ന അതേ സാഹചര്യങ്ങളിൽ ഒരു നീതിമാൻ വിശ്വാസത്താൽ ജീവിച്ചിരിക്കുമെന്ന് ദൈവം പറയുകയാണ്. നിന്റെ നാശം കാണുവാൻ ആഗ്രഹിക്കുന്നവർ നിന്റെ ചുറ്റുപാടുകളിൽ ഉണ്ടാകാം. നിന്റെ ഹല്ലേലൂയ അവൻ പുറകോട്ട് പോക്ക് കാണുവാൻ ആഗ്രഹിക്കുന്നവർ നിന്റെ അടുത്ത് ഉണ്ടാകാം. ഹല്ലേലൂയ അവൻ കണ്ണുനീര് കാണുവാൻ ആഗ്രഹിക്കുന്നവർ ഒരുപക്ഷെ നിന്റെ കൂട്ടത്തിൽ ഉണ്ടാകാം. എന്നാൽ അവരുടെ ആഗ്രഹങ്ങൾക്ക് ദൈവം നിന്നെ വിട്ടുകൊടുക്കത്തില്ല. ദൈവം പറയുന്നത് നീതിമാൻ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. അതുകൊണ്ട് ലോകം പറയുന്നത് കേൾക്കേണ്ട കാര്യം നമുക്കില്ല. ലോകം എന്തു പറയട്ടെ, നമ്മുടെ ദൈവം പറയുന്നത് നമുക്ക് പ്രശ്നം. ഹല്ലേലൂയ. നീതിമാനെ സംബന്ധിച്ച് സന്തോഷം നൽകുന്ന, നീതിമാനെ ബലപ്പെടുത്തുന്ന 100 കണക്കിന് വേദവചനങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതെല്ലാം ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതിനുള്ള സമയവുമില്ല. അതിന്റെ വിഷയമല്ല. എങ്കിലും ചില വചനങ്ങൾ ഓടിച്ച് നിങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് ഈ വാക്യത്തിലേക്ക് മടങ്ങി വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വേദപുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, എങ്കിലും അവയിൽ നോക്കി യഹോവ അവനെ വിട്ടുപിക്കുന്നു. അത്രമല്ല, വീണ്ടും സങ്കീർത്തനങ്ങൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, നീതിമാൻ എന്നേക്കും ഓർമ്മയിൽ ഇരിക്കും, ആകയാൽ നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം. നീതിമാൻ കുലുങ്ങി പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. നീതിമാൻ 7 പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. രാത്രിയിൽ നീതിയോടുകൂടെ ഹല്ലേലൂയ ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സേവിക്കുന്ന ദൈവത്തിന്റെ മക്കളെ രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ലോകത്തിൽ ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നവരെന്ന് അവകാശപ്പെടുന്നെങ്കിലും, ആരാധിക്കുന്നവരെന്ന് അവകാശപ്പെടുന്നെങ്കിലും, ദുഷ്ട മനസ്സുമായി അഹങ്കാരമുള്ള ഹൃദയവുമായി നേരിൽ
നിമിത്തമായി ഹല്ലേലൂയ കപട ഹൃദയത്തോട് പലരും മാറി നിൽക്കുമ്പോൾ ദൈവത്തെ നേരോട് നിഷ്കളങ്കതയോട് സത്യസന്ധതയോട് ആരാധിക്കുന്ന നിനക്ക് വേണ്ടി ലോകത്തിൽ ആരും ശുപാർശയ്ക്ക് വന്നില്ലെങ്കിലും നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ആവശ്യങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ അടുക്കൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. നീ വീഴുമ്പോൾ നിന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഈ ദൈവത്തിന്റെ വചനം നീതിമാനോ വിശ്വാസത്താൽ ജീവിക്കുമെന്നുള്ള ദൈവത്തിന്റെ വചനം 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മാർട്ടിൻ ലൂതർ, ജോൺ കാൽവിൻ പോലുള്ള ദൈവദാസന്മാരെ കത്തോലിക്ക സഭയുടെ പാരമ്പര്യം വിട്ടിറങ്ങാൻ അവരുടെ അകക്കണ്ണുകളെ പ്രകാശിപ്പിച്ചത് ഈ വചനമാണ്. പാരമ്പര്യമല്ല ഒരു ക്രിസ്ത്യാനിയെ നിലനിർത്തേണ്ടത് എന്ന് അവർ ഗ്രഹിച്ച് വിശ്വാസത്താലുള്ള ജീവിതത്തിനു വേണ്ടി അവർ ഇറങ്ങിത്തിരിക്കുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. അങ്ങനെ എത്രയോ ഭക്തന്മാർ ഈ വിശ്വാസ ജീവിതത്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ച് പലപ്പോഴും ഇന്നത്തെ തലമുറയിൽ 3-ാം തലമുറ, എത്ര തലമുറ ഞാനും അതിലേതോ കേട്ടതാ. പക്ഷെ എത്ര 4 ഈ കുഞ്ഞു പിള്ളേരെ കഞ്ചാന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നമ്മൾ ഈ തലമുറ പറഞ്ഞാണല്ലോ പ്രശംസിക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ 1-ാം തലമുറക്കാരന്, 2-ാം തലമുറക്കാരന്, 3-ാം തലമുറക്കാരന്, 4-ാം തലമുറക്കാരന്. തലമുറ ഏത് മാറട്ടെ. അവൻ ഈ തലമുറകളുടെ പാരമ്പര്യം പറഞ്ഞ് നമുക്ക് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നിലനിൽക്കുവാൻ കഴിയത്തില്ല. അവൻ ആ നാടുകളിൽ ഇറങ്ങി തിരിച്ച അവൻ അനേക ദൈവ ദാസന്മാരുണ്ട്, ദൈവ ഭക്തന്മാരുണ്ട്. പലരും അവൻ ചിന്തിക്കാറുണ്ട് അവൻ പഴയ നിയമ ഭക്തന്മാർക്ക് വേണ്ടിയുള്ളതാണ് വിശ്വാസം ജീവിതം. അത് നമുക്ക് പറഞ്ഞു പോകുന്നു. വേറെ എന്ന് പറയുന്നു ആദിമ നൂറ്റാണ്ടിലെ വിശുദ്ധന്മാർക്കും കൂടെ അത് പറഞ്ഞിരുന്നു. പക്ഷെ ഇന്നത് ഇനിയിപ്പോ മാർട്ടിൻ ലൂതറിനെ കുറിച്ച് പറഞ്ഞാൽ 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നവർക്ക് സാധ്യമായിരുന്നു. പക്ഷെ 21-ാം നൂറ്റാണ്ടിൽ അത് സാധ്യമല്ല. ഇനി കുറച്ചുകൂടെ പറഞ്ഞാൽ നമ്മൾ പറയും അത് ഞങ്ങളുടെ അപ്പന്റെ അമ്മച്ചിമാർക്കൊക്കെ സാധ്യമായിരുന്നു. പക്ഷെ ഞങ്ങൾക്കത് സാധ്യമല്ല. പാർട്ട് ഇന്നിത് പ്രസംഗിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇത് പറഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്ന വിശ്വാസം കൊണ്ടൊന്നും ജീവിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നവരുണ്ടാകാം, ചിന്തിക്കുന്നവരുണ്ടാകാം. പക്ഷെ ദൈവവചനത്തിന് മാറ്റമില്ല. ദൈവവചനത്തിന് മാറ്റമില്ല. പ്രവാചകന്മാർ വരുമ്പോൾ പറയുന്ന 2 മുണ്ടിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. 2 മുണ്ട്. 1 ബന്ധനമുണ്ട്, 2 വിടുതലുമുണ്ട്. എന്താ? ബന്ധനമുണ്ട്, വിടുതലും ഉണ്ട്. പക്ഷെ ഞാൻ പ്രസംഗിക്കുന്ന ദൈവവചനത്തിന് ബന്ധനമില്ലെന്ന വേദപുസ്തകം പറയുന്നത്. വരുന്നവർക്ക് ബന്ധനമുണ്ടാകാം, ഇരിക്കുന്നവർക്ക് ബന്ധനമുണ്ടാകാം. പക്ഷെ ഈ എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനത്തിന് ബന്ധനമില്ല. രാത്രി ഈ വചനത്തിന് ഒരു മാറ്റവുമില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു ഹല്ലേലൂയ നീതിമാനോ വിശ്വാസത്തെ ജീവിച്ചിരിക്കോ. അത് നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഏറ്റെടുത്താലും ഇല്ലെങ്കിലും നീതിമാനാണെങ്കിൽ നിനക്ക് അങ്ങനെ മാത്രമേ ജീവിക്കുവാൻ കഴിയുള്ളൂ. അല്ലാതെ ഒരു മാർഗ്ഗം ലോകത്തിൽ ദൈവം വെച്ചിട്ടില്ല. ഹല്ലേലൂയ. വിശുദ്ധ പൗലോസ് എബ്രായലേഖനം 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആ വിശ്വാസം എന്താണെന്ന് താൻ അവിടെ പ്രഖ്യാപിക്കുകയാണ്, അവരോട് വെളിപ്പെടുത്തുകയാണ്. എബ്രായർ 11:1 വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. വിശ്വാസം എന്ന് പറഞ്ഞാൽ, വിശ്വാസത്താൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അന്നന്നത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അതത് സമയത്തെ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു കാര്യമല്ല, മറിച്ച് അതിനപ്പുറത്ത് അത് ആശിക്കുന്നതിന് ഉറപ്പാണ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. സ്വർഗം നമ്മൾ കണ്ടിട്ടില്ല, ദൂതന്മാരെ നമ്മൾ കണ്ടിട്ടില്ല. അവൻ സ്വർഗത്തിലുള്ള യാതൊരു വിധമായ അവൻ എഴുതപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളോ ഇന്നുവരെ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ വിശ്വാസത്തെ നാം അത് അറിയുന്നു, നാം അത് ഏറ്റെടുക്കുന്നു, നാം അതിനു വേണ്ടി കാത്തിരിക്കുന്നു. അതിന്റെ ഉറപ്പാണ് വിശ്വാസം. 2 ആശിക്കുന്നതിന്റെ ഉറപ്പാണ് വിശ്വാസം. എന്താണ് നമ്മൾ ആശിക്കുന്നത്? എന്താ നമ്മുടെ ആശ? ഇന്നത്തെ പെന്തക്കോസ്ത് സമൂഹത്തിന്റെ മിക്കവരുടെ, എല്ലാവരുടെ അല്ല, മിക്കവരുടെ ആശ എന്താ?
5 വർഷം മുമ്പ് പ്രവാചകൻ വന്നപ്പോൾ ഒരു ദൂത് പറഞ്ഞു പോയിട്ടുണ്ട്, ഇപ്പൊ നീ ഓടിക്കുന്നത് പഴയ കാറാണ്, അതിന്റെ 10 ഇരട്ടി വിലയുള്ള ഏറ്റവും പുതിയ മോഡൽ കാറിൽ നിന്നെ ദുബായിലൂടെ പറപ്പിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ് കാണിക്കുമെന്ന് പറഞ്ഞു. അന്ന് മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതാ, കർത്താവേ എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ, എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. പ്രവാചകൻ പറഞ്ഞിട്ട് പോയ ദൂത് ഏറ്റെടുക്കുവാൻ, അങ്ങനെ സംഭവിക്കുവാൻ കാത്തിരിക്കുക. 5 വർഷമായി നടന്നില്ലെങ്കിൽ വീണ്ടും പ്രവാചകന് ഫോൺ ചെയ്യും, അന്ന് പറഞ്ഞ ദൂത് എനിക്ക് ഓർമ്മയുണ്ട്, അത് ശരിയാണോ? അദ്ദേഹം പറയും, കുറച്ചുകൂടെ പ്രാർത്ഥിക്ക്, 3 ദിവസം കൂടെ ഉപവസിക്ക്, 21 ദിവസം കൂടെ ഉപവസിക്ക്, എത്ര വേണേലും ഉപവസിക്കാൻ തയ്യാറാ, എന്ത് വേണേലും സഹിക്കാൻ തയ്യാറാ. ഒറ്റ ലക്ഷ്യമുള്ളൂ, ആ പറഞ്ഞ ദൂതൊന്ന് നിവർത്തിയാകണം. വീടിന്റെ കാര്യത്തിലും പിള്ളേരെ കെട്ടിക്കുന്ന കാര്യത്തിലും ജോലിയുടെ കാര്യത്തിലും ഒക്കെ എത്ര ദൂതുകൾ ഇങ്ങനെ കേൾക്കുന്നോ. നമ്മുടെ തലയുടെ മുകളിൽ കിടപ്പുണ്ടെന്നറിയാമോ? ഇവിടെ വന്ന് ആരാധിക്കാൻ ഇരിക്കുമ്പോഴും ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നവരുടെ പ്രസംഗം ഒരുപക്ഷെ പലരുടെയും അകത്തേക്ക് കയറുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ദൂതുകൾ നേരത്തെ കേട്ടത് ഇങ്ങനെ അകത്ത് കിടക്കുക, പിന്നെ അതിനെ ബലപ്പെടുത്തുന്നതല്ലോ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റെടുക്കും, അല്ലെങ്കിൽ നമ്മൾ വിട്ടുകളയും. അതല്ലേ ശരി? നേരത്തെ പറഞ്ഞ ദൂതുകളെ ബലപ്പെടുത്തുന്ന വല്ലോ വന്നാൽ നമ്മൾ 2 സ്തോത്രമൊക്കെ പറയും, അല്ലെങ്കിൽ നമ്മൾ മിണ്ടാതിരുന്ന് ഉറങ്ങും. രാത്രിയിൽ ഇവിടെ ഇരിക്കുന്നവർ അങ്ങനെയുള്ളവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കാഴ്ചപ്പാടുള്ള ദൈവദാസന്മാരുണ്ട്. അവൻ ദൈവം ഇന്ന് രാത്രിയിൽ നമ്മോട് പറയുന്നു, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഒരിക്കൽ ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു, കർത്താവേ ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിക്കണമേ, വർദ്ധിപ്പിച്ചു തരണമേ. അവരുടെ ആഗ്രഹം കൊള്ളമായിരുന്നു. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, കർത്താവേ അവർക്ക് വലിയ അറിവൊന്നുമില്ലായിരുന്നു, വിദ്യാഭ്യാസം കുറവായിരുന്നു, കുടുംബ പാരമ്പര്യമൊന്നുമില്ല. സ്തോത്രം, ഒറ്റയ്ക്കൊക്കെ ഇറങ്ങിയത്, എല്ലാം വിട്ടേക്ക് പോകുന്നതിന്റെ സങ്കടമൊക്കെ കാണും. പക്ഷേ സമ്പത്ത് വർദ്ധിപ്പിക്കണമെന്ന് അവർ പ്രാർത്ഥിച്ചില്ല, ആരോഗ്യം വർദ്ധിപ്പിക്കണമെന്ന് അവർ പ്രാർത്ഥിച്ചില്ല, ബുദ്ധി വർദ്ധിപ്പിക്കണമെന്ന് അവർ പ്രാർത്ഥിച്ചില്ല, സൗന്ദര്യം വർദ്ധിപ്പിക്കണമെന്ന് അവര് പ്രാർത്ഥിച്ചില്ല. ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, കർത്താവ് ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിക്കണം. എന്നിട്ടും യേശു എന്തുകൊണ്ടാണ് നെഗറ്റീവായിട്ട് അവരോട് സംസാരിച്ചെന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. യേശു നെഗറ്റീവായിട്ടാണോ സംസാരിച്ചതെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. യേശു അതിന് കൊടുത്ത മറുപടി എന്താണെന്ന് അറിയാമോ? ലൂക്കോസ് 17-ാം അധ്യായം 5-ാം വാക്യത്തിലാണ് അങ്ങനെ പ്രാർത്ഥിച്ചത്. 6-ാം വാക്യത്തിൽ യേശു ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേരോടെ പറഞ്ഞ് കടലിൽ പോയി നടാൻ പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. നോക്കണം, കാട്ടത്തി വേരോട് നിലത്തൂന്ന് പറഞ്ഞ് കടലിൽ നടന്ന ഒരനുഭവം പഴയ നിയമകാലത്തുണ്ടായിട്ടില്ല, യേശുവിന്റെ ശുശ്രൂഷയിൽ സംഭവിച്ചിട്ടില്ല. അങ്ങനെ സംഭവിക്കാത്ത ഒരു കാര്യമാണ് യേശു ഇവരോട് പറയുന്നത്. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഇതുവരെ സംഭവിക്കാത്തതും കൂടെ സംഭവിക്കും. യേശു പറഞ്ഞതിന്റെ അർത്ഥം ഇത്രയോളം ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങൾക്ക് വിശ്വാസം ഇല്ല, നിങ്ങൾക്ക് വിശ്വാസം ഇല്ല. ഇല്ലാത്തതിനെ വർദ്ധിപ്പിക്കാൻ ഒക്കത്തില്ല, ഇല്ലാത്തതിനെ വർദ്ധിപ്പിക്കാൻ ഒക്കത്തില്ല. പക്ഷെ വിശ്വാസത്തിൽ വന്ന അന്ന് മുതൽ നമ്മുടെ പ്രാർത്ഥന എന്താ? കർത്താവേ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. എത്രയോ ആരാധനകളിൽ നമ്മൾ പാടിയിട്ട് നല്ല പാട്ട് എനിക്കും ഇഷ്ടമാണ്. അങ്ങനെ ചിറകുമാറാണ് ഞാൻ എന്റെ വിശ്വാസം. അത് പാടി ആരാധിക്കാൻ നല്ല പാട്ടാണ്. പക്ഷെ അത് യേശുവിന് എത്രമാത്രം ഗ്രഹിക്കാൻ പറ്റുന്നുണ്ട്, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, അതിന് എങ്ങനെയുള്ള മറുപടി കിട്ടും എന്ന് എനിക്കറിയാനുമല്ല. പക്ഷെ ഇന്ന് രാത്രി ശിഷ്യന്മാരോട് യേശു പറയുകയാണ്, നിങ്ങൾക്ക് വിശ്വാസമില്ല, ഇല്ലാത്തതിനെ വർദ്ധിപ്പിക്കാൻ ഒക്കത്തില്ല. വർദ്ധിപ്പിക്കാനല്ല പ്രാർത്ഥിക്കേണ്ടത്, എനിക്ക് നൽകിയ എനിക്കുള്ള വിശ്വാസം സൂക്ഷിക്കാൻ എന്നെ സഹായിക്കണം. പൗലോസ് 2 തീമോഥെയോസിന് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ തന്റെ ജീവിതത്തിന്റെ ഒടുവിലത്തെ സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ നല്ലപോലെ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കാൻ വച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വച്ച ഏവർക്കും കൂടെ. രാത്രി ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ യേശുവിന്റെ വരവിൽ പ്രതീക്ഷിച്ചിരിക്കുന്നവരാണെങ്കിൽ, പ്രിയം വച്ചിരിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾക്കും എനിക്കുമെല്ലാം വെച്ചിരിക്കുന്ന ഒരു മുകിടമുണ്ട്, ഒരു അനുഗ്രഹമുണ്ട്, ഒരു പ്രതിഫലമുണ്ട്. അത് പ്രാപിക്കണമെങ്കിൽ നാം നല്ല പോർ പൊരുതണം. എന്താ ഈ നല്ല പോർ? 1 തീമോഥെയോസ് 6:12 പൗലോസ് അതിനെ കുറിച്ച് പറയുന്നുണ്ട്. നീ വിശ്വാസത്തിന്റെ നല്ല പോർ
പൊരുതുക, വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക, വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതി. അവൻ ഓട്ടം തികച്ച് വിശ്വാസം കാത്തവർക്ക് വേണ്ടി അവൻ പ്രൈസലോ നമ്മുടെ കർത്താവ് കൊണ്ടുവരാൻ പോകുന്നത്. ഹല്ലേലൂയ. യേശു മടങ്ങി വരുമ്പോൾ വിശ്വാസം വർദ്ധിപ്പിച്ചവർ എത്ര പേരുണ്ടെന്ന് നോക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ വിശ്വാസം കാത്തവരെ നോക്കും. ശിഷ്യന്മാർ യേശുവോട് പ്രാർത്ഥിച്ചത് വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് 17-ാം അധ്യായത്തിലാണ്. ലൂക്കോസ് 18-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ യേശു പറഞ്ഞെന്താണെന്ന് വായിച്ചേ. ലൂക്കോസ് 18:8. അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ശിഷ്യന്മാര് പറഞ്ഞു, കർത്താവേ ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അടുത്ത അധ്യായത്തിൽ യേശു പറയുക, അതിന്റെ തൊട്ടടുത്ത ദിവസം യേശു പറയുക, മനുഷ്യപുത്രൻ മടങ്ങി വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? വേണ്ട. Son of man comes, will he really find faith on the earth എന്ന് യേശു തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്. രാത്രി എന്നോടും നിങ്ങളോടും യേശുവിന് ചോദിക്കുവാനുള്ളത് ഇത് തന്നെയാണ്, പറയാനുള്ളത് ഇത് തന്നെയാണ്. വിശ്വാസം നീ വർദ്ധിപ്പിക്കുകയല്ല, നിനക്ക് ലഭിച്ച വിശ്വാസത്തെ നീ സൂക്ഷിക്കുകയാണ് വേണ്ടത്. അങ്ങനെ സൂക്ഷിക്കുന്നവർക്ക് മാത്രമേ വിശ്വാസത്താൽ ജീവിക്കാൻ ഒക്കത്തുള്ളൂ. When God gives, He gives according to our capacity and His standard. ദൈവം നമുക്ക് തരുമ്പോൾ ദൈവം തന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചു, നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ച് മാത്രമേ തരത്തുള്ളൂ. ദൈവം കുറച്ചു കൊടുക്കുന്നവനല്ല, അല്പം കൊടുക്കുന്നവനല്ല, പിടിച്ചു വെച്ച് കൊടുക്കുന്നവനല്ല, ധാരാളമായി ഔദാര്യമായി കൊടുക്കുന്നവനാ. പക്ഷേ എന്റെ കപ്പാസിറ്റികൾ നോക്കിയിട്ട് ദൈവം തരത്തുള്ളൂ. 15 കിലോ നിറയ്ക്കാൻ പറ്റുന്ന ഗ്യാസ് കുറ്റിക്കകത്ത് ഹല്ലേലൂയ മനുഷ്യരാണ് ഒരുപക്ഷെ 25 കിലോ നിറയ്ക്കാൻ ശ്രമിച്ചേക്കാം. പക്ഷെ ദൈവം നിറയ്ക്കത്തില്ല. 15 കിലോ നിറയ്ക്കാൻ പറ്റുമെങ്കിൽ 15 നിറയ്ക്കത്തുള്ളൂ. പ്രസാദ് വർഗീസിന്റെ കപ്പാസിറ്റി അറിയാവുന്ന ദൈവം എനിക്ക് അവൻ എന്റെ കപ്പാസിറ്റി അനുസരിച്ച് പകർന്ന് വിശ്വാസം തന്നിട്ടുണ്ട്. റോമാലേഖനം 12:3 നമ്മളിങ്ങനെ വായിക്കുന്നു, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ച് ഇരിക്കേണ്ടത് എന്ത് ചെയ്യണം? അത് വായിച്ച് റോമൻ 12:3. ദൈവം ഓരോരുത്തര് അവനവന്റെ കപ്പാസിറ്റി അനുസരിച്ച് വിശ്വാസത്തിന്റെ ഒരു അളവ് പങ്കിട്ട് നൽകിയിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഒരാൾ പോലും വിശ്വാസത്തിന്റെ അളവ് പ്രാപിക്കാത്തവരില്ല. ഇനി അഥവാ ആർക്കെങ്കിലും പ്രാപിക്കാതിരിക്കുന്നെങ്കിൽ രാത്രി ദൈവത്തിന്റെ വചനത്തിന്റെ ശുശ്രൂഷയ്ക്ക് മുമ്പ് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ വചനവേദിയിലൂടെ എന്റെ ഉള്ളിലേക്ക് ആ വിശ്വാസത്തിന്റെ അളവ് ഒന്ന് പകരണമേ. കാരണം വചനം പറയുന്നു, വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. രാത്രി ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കുന്ന ദൈവവേദനെ ഹല്ലേലൂയ നിന്റെ ഉള്ളിലേക്ക് പകരപ്പെടുന്ന വിശ്വാസത്തിന്റെ അളവ് നീ അന്ത്യത്തോട് സൂക്ഷിക്കുമെങ്കിൽ നീ വിശ്വാസത്താൽ ജീവിക്കുവാനായിട്ട്. ഏത് വിശ്വാസമാണ്? പൗലോസി വിശ്വാസത്തെ കുറിച്ച് പറയുന്നത് ഹല്ലേലൂയ അവൻ ആദ്യ വിശ്വാസമെന്ന അവൻ എബ്രായ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 14-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആദ്യ വിശ്വാസം. അവൻ പത്രോസ് അതിനെ കുറിച്ച് പറയുന്നത് വിലയേറിയ വിശ്വാസം എന്നാണ്. യൂദ അതിനെ കുറിച്ച് പറയുന്നത് അതിവിശുദ്ധ വിശ്വാസം എന്നാണ്. അവൻ യോഹന്നാൻ അതിനെ കുറിച്ച് പറയുന്നത് ലോകത്തെ ജയിച്ച വിശ്വാസമെന്ന. യോഹന്നാൻ 1 യോഹന്നാൻ 5 അവൻ 4-ാം വാക്യത്തിൽ യോഹന്നാൻ പറയുന്നു, ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ദൈവത്തിലെ എന്നിലും നിന്നിലും വ്യാപരിക്കുന്ന വിശ്വാസം, ദൈവം നമുക്ക് പകർന്നു തന്ന വിശ്വാസം പരാജയപ്പെട്ട വിശ്വാസമല്ല, അവൻ ബലഹീനമായ വിശ്വാസമല്ല, കുറച്ചു കാലത്തേക്ക് മാത്രം നിലനിൽക്കുന്ന വിശ്വാസമല്ല, മറിച്ച് ഈ ശക്തിയുള്ള ലോകത്തെ ജയിച്ച വിശ്വാസമാണ്. രാത്രി ലോകത്തെ ജയിച്ച വിശ്വാസമുള്ള, അതിവിശുദ്ധ വിശ്വാസമുള്ള, വിലയേറിയ വിശ്വാസമുള്ള, ദൈവം നൽകിയ വിശ്വാസമുള്ള ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവർ ലോകത്തിന്റെ പുറകെ പോകത്തില്ല, മറിച്ച് അവർ വിശ്വാസത്താൽ ജീവിക്കുവാനിടയായിത്തീരും. ഈ ഹബക്കൂക്കിന്റെ പ്രവാചകന്റെ പുസ്തകത്തില് അവൻ ആ ദൈവിക വാഗ്ദത്തം പുതിയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ഒരേ ഒരാൾ അതിനെ ഏറ്റെടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിശുദ്ധ പൗലോസാണ്. 3 ലേഖനങ്ങളിൽ വ്യത്യസ്ത ഭാഗത്ത് വ്യത്യസ്ത വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ പൗലോസ് ഈ
വാക്യം ഉദ്ധരിക്കുന്നുണ്ട്. റോമാലേഖനം 1-ാം അധ്യായം 17-ാം വാക്യത്തിലും ഗലാത്യ ലേഖനം 3-ാം അധ്യായം 11-ാം വാക്യത്തിലും എബ്രായർ 10:38 വ്യത്യസ്ത 3 വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ പൗലോസ് പറയുന്നു, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. റോമർ 1:17 പൗലോസ് പറയുന്നത് രക്ഷയോടുള്ള ബന്ധത്തിലാണ്. അനവധി ആളുകൾ, നൂറുകണക്കിന് ആളുകൾ, കോടിക്കണക്കിന് ആളുകൾ ദൈനംദിന ജീവിതത്തിൽ യേശുവിനെ കൂടാതെ, പ്രത്യാശ കൂടാതെ, ഹല്ലേലൂയ, ദൈവിക വാഗ്ദത്തങ്ങളെ പ്രാപിക്കുവാൻ കഴിയാതെ നശിച്ചു പോകുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ദൈവവേദനയെ ഞാനും നിങ്ങളും പാരമ്പര്യ നിമിത്തമല്ല രക്ഷിക്കപ്പെട്ടത്, അപ്പനും അമ്മയും വിശ്വാസികളായതുകൊണ്ടല്ല രക്ഷിക്കപ്പെട്ടത്, മറിച്ച് ദൈവത്തിന്റെ കൃപയാൽ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടു. അതുകൊണ്ട് രാത്രി വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ കൃപയാൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. പലരും വിശ്വാസികളായുള്ളവർ ആളുകൾ തന്നെ വിചാരിക്കുന്നത് രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഗൾഫിൽ വരാൻ പാസ്പോർട്ട് എടുക്കുന്ന പോലെയാണ്. പലരും പാസ്പോർട്ട് എടുക്കുന്ന എപ്പോഴാണ്? കൂടുതലും ആളുകൾ, എല്ലാവരും എങ്ങനെ കഴിയുന്നു, കൂടുതൽ ആളുകൾ ഗൾഫിൽ പോകാനൊരു ചാൻസ്, അല്ലെങ്കിൽ വിദേശത്ത് പോകാൻ എവിടെയെങ്കിലും പോകാനൊരു ചാൻസ് ഉണ്ടെന്ന് കേൾക്കുമ്പോഴാണ് പാസ്പോർട്ടിന് വേണ്ടി ചിന്തിച്ചോളാം. അതുവരെ പാസ്പോർട്ടിന് ആവശ്യമില്ല. ഇതുപോലെ നോർത്ത് ഇന്ത്യയിലുള്ള ആളുകൾ ചിന്തിക്കുന്നത് ആണെഷ്ടം. എനിക്ക് 10 വർഷമായിട്ട് പാസ്പോർട്ട് ഉണ്ടായിരുന്നു, അത് തീർന്നു പോയി. അത് പുതുക്കാൻ വേണ്ടി ഒരു ഏജന്റിന്റെ അടുക്കൽ അവൻ അപേക്ഷമായി ചെന്നപ്പോൾ എന്നെ അറിയാവുന്ന ആളാണ്, ഇന്ത്യക്കാരൻ. അദ്ദേഹത്തോട് ചോദിച്ചു, പുറത്തു പോകണോ? ഞാൻ പറഞ്ഞു, പുറത്തു പോകുന്നത് കൊണ്ടല്ല, പ്രൈസല്ലോ, ഞങ്ങള് മലയാളികള് ഇത് അവൻ എടുത്തു വെച്ചിരിക്കും. പുറത്ത് പോയാലും കൊള്ളാം, പോയില്ലെങ്കിൽ ഫ്ലൈറ്റ് കയറാൻ പേടിയുള്ളവരും പാസ്പോർട്ട് എടുത്തു വെക്കും. അത് ഞങ്ങളുടെ ഒരു പതിവാ. പക്ഷേ നോർത്ത് ഇന്ത്യക്കാര് പുറത്തു പോകാൻ മാത്രമേ പാസ്പോർട്ട് എടുക്കത്തുള്ളൂ. ഇതുപോലെ രക്ഷിക്കപ്പെടുന്ന ആളുകളുമുണ്ട്. ക്രൈസ്തവോ, സ്വർഗത്തിൽ പോകാൻ വേണ്ടി ആ തക്ക സമയത്ത് എല്ലാ ലോകത്തിൽ സുഖമായി ജീവിച്ചിട്ട്, തോന്നിയത് പോലെ ജീവിച്ചിട്ട്, ഇഷ്ടമുള്ളതെല്ലാം ചെയ്ത് ജീവിച്ചിട്ട് അവസാന നിമിഷത്തിൽ ക്രൂശിൽ കിടന്ന കള്ളനെ പോലെ എങ്ങനെയെങ്കിലും അങ്ങ് കയറിപ്പറ്റാമെന്ന് വിചാരിച്ച് അവൻ ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെടുന്നവരെന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയല്ല. ക്രൈസ്തവോ, കൃപയാൽ വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ രക്ഷിക്കപ്പെട്ടത് 5 വർഷം മുമ്പോ, 10 വർഷം മുമ്പോ, 20 വർഷം മുമ്പോ, 50 വർഷം മുമ്പോ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പാകട്ടെ. പക്ഷേ അന്ന് മുതൽ യേശുവിന്റെ വരവ് വരെ, അല്ലെങ്കിൽ നിന്റെ മരണം വരെ വിശ്വാസത്താൽ ജീവിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നിന്റെ ജീവിതം ഒരു പരാജയപ്പെട്ട ജീവിതമാണ്. അതുകൊണ്ടാണ് പറയുന്നത് നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. 2 നീതീകരണത്തോടുള്ള ബന്ധത്തിൽ ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, നീതിമാൻ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. സൽപ്രവർത്തികൾ ചെയ്ത്, അല്ലെങ്കിൽ നന്മ പ്രവർത്തികൾ ചെയ്ത്, അല്ലെങ്കിൽ അനേക ആളുകൾ മാഫിയ നേതാക്കന്മാർ പോലും സ്തോത്രം അവരുടെ പാപങ്ങളെ കഴുകിക്കളയാൻ ശ്രമിക്കുമ്പോൾ, അത് നടക്കാതിരിക്കുമ്പോൾ, ഒരു നന്മയും ചെയ്യാൻ കഴിയാതിരുന്നിട്ടോ, ഒരു സൽപ്രവർത്തിയും ചെയ്യാൻ കഴിയാതിരുന്നിട്ടോ, ദൈവത്തിന്റെ കൃപയാൽ വിശ്വാസത്താൽ എന്നെ നിന്നെ നീതീകരിച്ചെങ്കിൽ രാത്രി വിശ്വാസത്താൽ ജീവിക്കുന്ന ദൈവമക്കളായി തീരുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. 3-ാമതായിട്ട് യേശുവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരായി നമ്മൾ തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ക്രൈസ്തവോ, നമ്മുടെ കാത്തിരിപ്പ് ഈ ലോകത്തിലെ ഏതെങ്കിലും നന്മകൾ പ്രാപിക്കാൻ വേണ്ടിയല്ല, ഇവിടുത്തെ ജോലി മാറി മറ്റൊരു ജോലി കിട്ടാൻ വേണ്ടിയല്ല, ക്രൈസ്തവോ, കാറ് മാറി മറ്റൊരു കാറ് കിട്ടാൻ വേണ്ടിയല്ല, ഇപ്പോൾ വീട് ഇടിച്ചു കളഞ്ഞ 2-ാമതോട് പണിത് ഉയർത്താൻ വേണ്ടിയല്ല. അതൊക്കെ ലഭിക്കുമെങ്കിൽ അനുഭവിച്ചോ, കുഴപ്പമില്ല, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അതല്ല നമ്മുടെ കാത്തിരിപ്പ്, അതല്ല നമ്മുടെ ആശ. നമ്മുടെ കാത്തിരിപ്പ് നമ്മുടെ പ്രാണനാഥന്റെ മടങ്ങി വരവാണ്. യേശു മടങ്ങി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശു മടങ്ങി വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. എന്തിനു വേണ്ടി? നമ്മെ ചേർക്കുവാൻ. യേശു പറഞ്ഞു, ഞാൻ സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഒരുക്കിയാൽ പിന്നെയും വന്ന് ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടവന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. എത്ര പേര് ദൈവത്തിന്റെ കർത്താവിന്റെ വചനം വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. കുറച്ച് കരങ്ങളെ കാണുന്നുള്ളൂ. എല്ലാവരും രക്ഷിക്കപ്പെട്ടവരല്ലേ? ആണല്ലോ. ഹല്ലേലൂയ. യേശു പറഞ്ഞു, നമ്മുടെ കർത്താവ് കള്ളം പറയുന്നവനല്ല, ഇല്ലാത്തത് പറയുന്നവനല്ല, നടക്കാത്തത് പറയുന്നവനല്ല. അവൻ പറഞ്ഞാൽ അത് അങ്ങനെ സംഭവിക്കും. യേശു പറഞ്ഞു, ഞാൻ സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഒരുപക്ഷെ ഇവിടെ എനിക്ക് നിനക്ക് സ്വന്തമായി ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലെങ്കിലും, എന്റെ പേരിൽ ഒരു വീടോ ഈ ലോകത്തിൽ എന്തെങ്കിലും സമ്പാദ്യമോ ഇല്ലെങ്കിലോ, എനിക്ക് വേണ്ടി, എനിക്ക് പകരമായി വീടൊരുക്കുന്ന, സ്ഥലമൊരുക്കുന്ന കർത്താവ് ഒരുക്കി കഴിഞ്ഞാൽ എന്നെ ചേർക്കാൻ, നിന്നെ ചേർക്കാൻ മടങ്ങി വരുവാൻ പോകുകയാണ്.
അതിനുവേണ്ടി സഹിഷ്ണുതയോടെ വിശ്വാസത്തിൽ ജീവിക്കുവാനായിട്ട് അയക്കണം. മനുഷ്യർ പലരും വിചാരിക്കുന്നത് യേശു മടങ്ങി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ 2000 വർഷമായില്ലേ? അതുകൊണ്ട് ഒരു പക്ഷെ ചിലപ്പം ഇനി വന്നില്ലെങ്കിലും. വേറെ ചിലർ വിചാരിക്കുന്നത് ഏതായാലും സമയം പോയി, കുറച്ചുകൂടെ കർത്താവ് കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. നമ്മുടെയൊക്കെ പോക്ക് കണ്ടാലും അങ്ങനെ തന്നെ തോന്നും, ഉടനെ കർത്താവ് വരത്തില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വേറെ ചിലർ പറയുന്നത് ഇങ്ങനെ ഒരു പാസ്റ്റർ പറഞ്ഞായിട്ട് ഞാൻ കേട്ടു, പറഞ്ഞാണെന്ന് എനിക്കറിയാൻ പറ്റില്ല, ഒരാൾ പറഞ്ഞു കേട്ടതാ, കർത്താവ് ഒന്ന് വന്ന് പോയി കാണും. കർത്താവ് ഒന്ന് വന്ന് വേറെ ഒന്നുമല്ല, കുമ്പനാട് കൺവെൻഷന് മാവിന്റെ ചോട്ടി എന്ന് വേറെ പാസ്റ്ററോട് പറയുന്നതാണ്. കർത്താവ് ഒന്ന് വന്ന് പോയി കാണും. പിന്നെ നമ്മൾ വെറുതെ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. രാത്രിയിൽ അങ്ങനെ പറയുന്നവർ ഉണ്ടാകാം, പക്ഷേ രാത്രിയിൽ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്ന ഞാൻ അങ്ങനെ പറയുകയല്ല. ഞാൻ വിശ്വസിച്ചുകൊണ്ട് പറയുന്നു, ദൈവത്തിന്റെ വചനം ഞാൻ വിശ്വസിക്കുന്നു, യേശുവിന്റെ വാക്കുകളെ ഞാൻ വിശ്വസിക്കുന്നു. ലോകം മാറിപ്പോയാലും അവന്റെ വചനം മാറത്തില്ല. മനുഷ്യന്റെ സ്വഭാവം മാറിയാലും യേശുവിന്റെ സ്വഭാവം മാറത്തില്ല. അവൻ പറഞ്ഞത് സംഭവിക്കാൻ പോവുകയാണ്. അതിന്റെ ലക്ഷണങ്ങൾ അവിടെ കണ്ടു തുടങ്ങിയിരിക്കുന്നു. രാത്രി യേശുവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന, അതിനുവേണ്ടി നോക്കി പാർത്തിരിക്കുന്ന ദൈവമക്കളെ, ഞാൻ നിങ്ങളെ ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉദ്ബോധിപ്പിക്കുന്നു. അവന്റെ വരവിന് വേണ്ടി സഹിഷ്ണുതയോടെ ഒരുങ്ങി കാത്തിരിക്കുമെങ്കിൽ, വിശ്വാസത്താൽ ജീവിക്കുമെങ്കിൽ, നിനക്കുള്ള പ്രതിഫലങ്ങളെ തടയുക ലോകത്തിലെ ഒരു ശക്തിക്ക് സാധ്യമല്ല. യേശു നമ്മെ ചേർക്കുവാൻ വേഗത്തിൽ വരുവാൻ പോവുകയാണ്. അതുകൊണ്ട് വിശ്വാസം ഒട്ടും കുറഞ്ഞു പോകാതെ, വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ, അന്ത്യത്തോളം യേശുവിന്റെ വരവ് വരെ, അല്ലെങ്കിൽ നമ്മുടെ മരണം വരെ വിശ്വാസത്തിൽ ജീവിക്കുവാൻ നമ്മെ തന്നെ നമുക്ക് ഒന്ന് സമർപ്പിക്കാം. നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ട് സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിന്റെ വചനം പറയുന്നു, നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. ലോകത്തിൽ കാണുന്നതും ഇന്നുള്ളതും ഒക്കെ മാറിപ്പോയാലും, എല്ലാ അടിസ്ഥാനങ്ങളും തകർന്ന് താഴെ വീണാലും, എന്റെ അടിസ്ഥാനം മറിഞ്ഞു പോകത്തില്ല, എന്റെ അടിസ്ഥാനം ഉതിർന്നു പോകത്തില്ല, എന്റെ അടിസ്ഥാനം മാഞ്ഞു പോകത്തില്ല, എന്റെ അടിസ്ഥാനം തീർന്നു പോകത്തില്ല. അതുകൊണ്ട് രാത്രി ദൈവസ്നേഹത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, യേശുവിന്റെ വരവിന് വേണ്ടി വിശ്വാസത്താൽ കാത്തിരിക്കുവാൻ നമുക്കിടയായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മനുഷ്യൻ എന്തും പറയട്ടെ, ചുറ്റുപാടുകളിൽ എന്തും സംഭവിക്കട്ടെ, ഹല്ലേലൂയ. ജീവിതത്തിൽ ഹല്ലേലൂയ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടാലും ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ലാത്തതുകൊണ്ട്, അവൻ പറഞ്ഞത് അങ്ങനെ ചെയ്യുന്നതായതുകൊണ്ട് ആ കർത്താവിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, നീ വേഗം വരുവാൻ പറയണമേ. വെളിപ്പാട് പുസ്തകത്തിൽ 22-ാം അധ്യായം യേശുവിന്റെ മടങ്ങി വരവിനോടുള്ള ബന്ധത്തിൽ 3 പ്രാവശ്യം യേശു പറഞ്ഞു, ഇതാ ഞാൻ വേഗം വരും. ആ 3 പ്രാവശ്യവും ഓരോ ഉത്തരവാദിത്വം കൂടെ കർത്താവ് ദൈവസഭയ്ക്ക് തന്നു. ഒന്നാമത്, ഇതാ ഞാൻ വേഗം വരുന്നു, അതുകൊണ്ട് വചനം പ്രമാണിക്കുക. 2, ഇതാ ഞാൻ വേഗം വരുന്നു, അതുകൊണ്ട് നിന്റെ പ്രവൃത്തിയെ നന്നാക്കുക. 3, ഇതാ ഞാൻ വേഗം വരുന്നു, മണവാട്ടിയും പ്രാർത്ഥിക്കണം, കർത്താവേ, ആമേൻ, കർത്താവേ വരണമേ. രാത്രി എത്ര പേര് യേശുവിന്റെ വരവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്? ഹല്ലേലൂയ. ദൂത് നിവർത്തിയാൻ വേണ്ടി അല്ല നീ പ്രാർത്ഥിക്കേണ്ടത്, യേശു മടങ്ങി വരാൻ വേണ്ടിയാ നീ പ്രാർത്ഥിക്കേണ്ടത്. ലോകത്തിൽ ഒന്നുമില്ലെങ്കിലും യേശു മടങ്ങി വന്ന് നിന്റെ കഷ്ടത മാറൂ, നിന്റെ വേദന മാറൂ, നിന്റെ രോഗം മാറൂ, നിന്റെ ദുഃഖം മാറൂ, നിന്റെ ഇല്ലായ്മ മാറൂ, നിന്റെ തകർച്ച മാറൂ, നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ മാറൂ. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, യേശുവേ മടങ്ങി വരണമേ. നീതിമാനോ വിശ്വാസത്താൽ ജീവിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ.